വീണ്ടും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം. അഫ്ഗാനിസ്ഥാനിലെ പാക് ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു, 100-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. കാണ്ഡഹാറിലെ സ്പിൻ ബോൾഡാക് ജില്ലയിലാണ് ആക്രമണം ഉണ്ടായത്. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയ താലിബാൻ അവകാശവാദം ഉന്നയിച്ചിട്ടുമുണ്ട്. ബൽറാം രംഗാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം അത് കടുക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ, സമാധാന ശ്രമങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടാകുന്നുണ്ടോ ബൽറാം? പ്രജിൻ, ഇന്ന് രാവിലെയാണ് വീണ്ടും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം ഉടലെടുത്തത്. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലെ സ്പിൻ ബോൾഡാക് ജില്ലയിൽ പാകിസ്ഥാൻ ഇന്ന് ആക്രമണം നടത്തുകയായിരുന്നു. തോക്കുകളും പീരങ്കികളും ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം നടത്തിയത്. ഇതിൽ 12 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് താലിബാൻ അറിയിക്കുന്നത്. 100-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 80ഓളം പേർ സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ് അഫ്ഗാനിസ്ഥാൻ വക്താവ് അറിയിക്കുന്നത്. ഈ സംഭവത്തിൽ ശക്തമായ തിരിച്ചടി തന്നെ നൽകും എന്ന് അഫ്ഗാനിസ്ഥാൻ വക്താവ് വ്യക്തമാക്കിയിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അഫ്ഗാനിസ്ഥാൻ ഡ്രോൺ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ വ്യക്തമല്ല. പാകിസ്ഥാൻ അതേസമയം അഫ്ഗാനിസ്ഥാനാണ് പ്രകോപനം ആരംഭിച്ചത് എന്ന പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നടത്തിയ ആക്രമണത്തിൽ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല. അതേസമയം പ്രദേശത്ത് ഇപ്പോഴും സംഘർഷം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനം ആരംഭിച്ച ഘട്ടത്തിലായിരുന്നു പാകിസ്ഥാൻ കാബൂളിലേക്ക് വ്യോമാക്രമണം നടത്തിയത്. തുടർന്ന് അതിന് മറുപടിയായിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് ശക്തമായ പ്രത്യാക്രമണം തന്നെ അഫ്ഗാനിസ്ഥാൻ നടത്തുകയും 58 പാക് സൈനികരെ വധിച്ചതായി അവകാശപ്പെടുകയും ചെയ്തു. 3 പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ പിടികൂടിയതായും അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും ഇടപെടലിൽ ഈ സംഘർഷം അവസാനിപ്പിച്ചത്. അത്തരത്തിൽ അവസാനിപ്പിച്ച സംഘർഷമാണ് 4 ദിവസം കൊണ്ട് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. ഇപ്പോഴും സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇടപെടൽ അന്താരാഷ്ട്ര തലത്തിൽ ഇതുവരെയും ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളില്ല. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.